SBIയുടെ ക്രെഡിറ്റ് കാർഡിന് യോനോ ആപ്പ് വഴി എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏതെല്ലാം തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് SBIക്കുള്ളത്, അവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, വാർഷിക ഫീസ് എത്രയാണ് വരുന്നത്, ചാർജസുകൾ എന്തൊക്കെയാണ്, നമുക്ക് ഏത് ക്രെഡിറ്റ് കാർഡാണ് തിരഞ്ഞെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. SBI ബാങ്കുമായി ബന്ധപ്പെട്ട് 70-ലധികം വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ബാങ്കിംഗ് സംബന്ധമായ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കാണാം. അവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ MPIN ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ യൂസർ IDയും പാസ്വേഡ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ MPIN ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ തന്നെ കാർഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം. ഞാനിവിടെ വരച്ച് കാണിക്കുന്നു കാർഡ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാർഡ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലേക്ക് പോകും. അതായത് ക്രെഡിറ്റ് കാർഡുകളുടെ നമുക്ക് എല്ലാ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും കാണുന്നതാണ്. ഇവിടെ നമുക്ക് ലിങ്ക് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് SBIയുടെ നേരത്തെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് കാർഡൊന്നുമില്ല, പുതിയൊരു കാർഡാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ അപ്ലൈ ഫോർ ന്യൂ കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിന് താഴെയായിട്ട് ബ്രൗസ് ആൾ കാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈല്, റിവാർഡ്സ്, ഷോപ്പിംഗ്, ട്രാവൽ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഈ കാറ്റഗറിയിലുള്ള കാർഡുകൾ എടുക്കാനാണ്. നമുക്ക് എല്ലാ കാർഡും നോക്കാം. ബ്രൗസ് ആൾ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ കാറ്റഗറിയിലുമുള്ള എല്ലാ കാർഡുകളും നമുക്കിവിടെ കാണാം. ഇനി കാറ്റഗറി ബേസ് ചെയ്ത് നമുക്ക് നോക്കണമെങ്കിൽ അവിടെ മുകളിലുള്ള ലൈഫ് സ്റ്റൈൽ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ആളെന്ന് പറഞ്ഞ ഓപ്ഷൻ ഫസ്റ്റ് തന്നെ ഡിഫോൾട്ടായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ താഴേക്ക് നോക്കിയാൽ ഓരോ കാർഡുകൾ കാണും. ആദ്യത്തെ കാർഡ് SBI കാർഡ് എലൈറ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. അതായത് ഇപ്പോൾ ഉള്ള കാർഡുകളിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു കാർഡാണ്. ഈ കാർഡിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ആ കാർഡിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിവിലേജുകൾ കാണാം. വെൽക്കം ഗിഫ്റ്റായിട്ട് നമുക്ക് 60,000 രൂപയുടെ മൂവി ടിക്കറ്റാണ് ഒരു വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് പക്ഷേ ഇതിൻ്റെ 5,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കാർഡിന് ഒത്തിരി ബെനിഫിറ്റുകളുള്ള ഒരു കാർഡാണ് ഇത്. ഈ കാർഡിൻ്റെ ബെനിഫിറ്റുകളെക്കുറിച്ച് നമുക്കിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പക്ഷേ കാർഡ് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 60,000 രൂപയുടെ ടിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചെടുത്ത് കളയരുത്. അതായത് 2 പേര് മിനിമം ഉള്ള 250 രൂപയുടെ മിനിമം 2 പേരുള്ള ടിക്കറ്റൊക്കെ എടുത്താൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ ലഭിക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും റിവാർഡ്സ് പോയിൻറ്റുകളുണ്ട്. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നതിനൊക്കെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുള്ള ഒരു കാർഡാണിത്. അതുപോലെ നമുക്ക് ഫോറക്സ് റേറ്റിംഗ് എല്ലാ കാര്യങ്ങളും വളരെ കുറവാണ്. ഇനി നമുക്കവിടെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കാണാം. അതായത് നമുക്കിതിൻ്റെ ഏത് കാർഡാണ്, വിസ കാർഡാണ് ലഭിക്കുന്നത്, കാർഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ കാർഡിനെ പറ്റി കൂടുതലായിട്ട് ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ഫീസ് ആൻഡ് ചാർജസ് ആണ്. അപ്പോൾ നമുക്ക് ഈ കാർഡ് ഇത്രയും ബെനിഫിറ്റൊക്കെ തരുമെങ്കിൽ നമുക്ക് വർഷത്തിൽ ഫീസും ചാർജും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീസ് ആൻഡ് ചാർജസ് നോക്കാം. നമുക്ക് മുകളിൽ ഫീസ് ആൻഡ് ചാർജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ ഫീസ് കാണാം. അതായത് ആനുവൽ ഫീസ് എന്ന് പറഞ്ഞത് ഒരു വർഷത്തിൽ നമ്മൾ 5,000 രൂപ, അതായത് 4,999 രൂപ നമ്മൾ ഈ കാർഡിന് വേണ്ടി നമ്മൾ ചിലവാക്കണം. അതായത് നമ്മൾ കൊടുക്കണം ബാങ്കിന്. അതുപോലെ അടുത്ത വർഷവും നമുക്ക് ഇതുപോലെ പൈസ കൊടുക്കേണ്ടി വരും. ആഡ് ഓൺ ഫീ ആയിട്ടൊന്നുമില്ല. എല്ലാ വർഷവും നമ്മൾ 4,999 രൂപ ഇതിൻ്റെ ഫീസായിട്ട് കൊടുക്കണം. അതുപോലെ നമുക്കിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് പൈസ തിരിച്ചടയ്ക്കാതെ വന്നാലുള്ള പലിശ തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം കാണാം. അതായത് 35% വരെ പലിശയുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു കാർഡ്. അതായത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കാർഡ് ഏറ്റവും ബെറ്ററാണ്. അല്ലെങ്കിൽ നമുക്ക് വളരെയധികം നഷ്ടം വരുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ ആവശ്യമില്ല. സാധാരണ ഒരു കാർഡാണ്, ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള കാർഡ് നോക്കാം. അല്ലെങ്കിൽ റിവാർഡ്സ് പോയിൻറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് റിവാർഡ്സ് പോയിൻറ്റ് റെഡീം ചെയ്ത് ക്യാഷ് ആക്കുന്ന ഒരു ഓപ്ഷനുള്ള കാർഡുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് റിവാർഡ്സ് പോയിൻറ്റ് കൊടുക്കാം. നിങ്ങൾ ഓൺലൈനായിട്ട് നിരവധി ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേയധികം
കാർഡുകളുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും കാർഡുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ കാർഡിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാർഡിൻ്റെ ഓപ്ഷൻസ്, ഫീസ്, റേറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാർഡ്, നിങ്ങൾ വിചാരിക്കുക IRCTC SBI കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതുപോലെ ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്കിവിടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ രണ്ടാമത്തെ ഒരു കാർഡ് സെലക്ട് ചെയ്യണം. അതായത് നമുക്ക് ഫീസൊക്കെ വളരെ കുറഞ്ഞ ഒരു കാർഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഷോപ്പിംഗ് കൂടുതൽ ചെയ്യുന്നവർക്കും ഫീസ് കുറവായിട്ടുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ് സിംപ്ലിഫൈ സേവ് എന്ന് പറഞ്ഞ SBI കാർഡ്. അപ്പോൾ നമുക്കിതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫീസ് ആൻഡ് ചാർജസ് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് ആനുവൽ ഫീ എന്ന് പറഞ്ഞാൽ വെറും 499 രൂപയുള്ളൂ. 500 രൂപ നമുക്ക് സാധാരണ ഏതൊരു വ്യക്തിക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. അതിലുപരി നമുക്ക് ആമസോണിൽ നിന്നൊക്കെ ഒരുപാട് ഗിഫ്റ്റ് ഇതുവഴി നമുക്ക് റിവാർഡ്സൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ അത് കഴിഞ്ഞുള്ള വർഷങ്ങളിലും നമുക്ക് ഈ എമൗണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതുപോലെ ഇതിൻ്റെ പലിശ വരുന്നതൊക്കെ സെയിം പ്രോസസ്സൊക്കെ ആയിട്ടായിരിക്കും രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് കാർഡുകളിലേക്ക് പോകാം. ജസ്റ്റ് ഞാൻ ബാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബാക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂടുതൽ ഞാൻ വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാർഡിൻ്റെ താഴെ തന്നെ അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാനുള്ള, അതായത് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡിൻ്റെ താഴെയായിട്ട് അപ്ലൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അപ്പോൾ നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാർഡിൻ്റെ, അതായത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ മെയിലാണോ ഫീമെയിലാണോ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നമ്മുടെ പാൻ നമ്പർ, മൊബൈൽ നമ്പർ, CKYC എന്നുള്ളിടത്ത് നമ്പർ എന്നുള്ളിടത്ത് ഓപ്ഷണലാണ്. നിങ്ങൾ അവിടെ ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ CKYC നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് മദർ നെയിം, അതായത് നിങ്ങളുടെ അമ്മയുടെ പേര്, ഇത്രയും നിങ്ങൾ കൃത്യമായി ഫില്ല് ചെയ്തിട്ട് താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം അവർ വെരിഫൈ ചെയ്യുകയും നിങ്ങൾക്ക് കാർഡിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ലഭിക്കുകയും ചെയ്യും. സിബിൽ സ്കോറൊക്കെ നല്ല രീതിയിലുള്ള 750 മുകളിലൊക്കെ ഉള്ളവർക്ക് മാത്രമേ കാർഡ് SBIയുടെ കാർഡ് ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് കാർഡ് ലഭിച്ചില്ല എങ്കിൽ അതിനെന്തെങ്കിലും ഒരു തക്കതായ കാരണമുണ്ടോ എന്ന് നിങ്ങൾ കരുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.